കാലാകാലങ്ങളിൽ നിരവധി ഇതിഹാസ താരങ്ങൾ ലോക ഫുട്ബോളിൽ പിറവിയെടുക്കപ്പെട്ടിട്ടുണ്ട്. കളിയാകൊണ്ട് മാത്രമായ ഇതിഹാസങ്ങൾ കാൽപന്ത് പ്രേമികളുടെ ഹൃദയങ്ങൾ കീഴടക്കി. ഡിയാഗോ മറഡോണ, പെലെ, സിനദിൻ സിദാൻ, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയവർ നിറമോ വംശമോ ദേശാതിർത്തികൾക്കപ്പുറം കളിപ്രേമികളുടെ ഹൃദയത്തിൽ ജീവിച്ചവരാണ്. കാറ്റലോണിയൻ ഫുട്ബോളിന്റെ കളിമുറ്റമായി അറിയപ്പെടുന്ന ലാമാസിയയിൽ നിന്നും വർത്തമാന ഫുട്ബോൾ ലോകത്തേക്ക് ഒരു പുതിയ താരവും കൂടെ ഉദയം ചെയ്യുകയാണ്. സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയുടെ ഫുട്ബോൾ അക്കാദമിയാണ് ലാമാസിയ. ലാമാസിയയിൽ നിന്നും കളി പഠിച്ച് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് ഓടിക്കേറിയവർ നിരവധിയാണ്. ലയണൽ മെസ്സി, ആന്ദ്രേ ഇനിയസ്റ്റ, സാവി ഹെർണാണ്ടസ്, പെപ് ഗാർഡിയോള എന്നിവർ അവരിൽ ചിലർ മാത്രം. ഈ ഇതിഹാസങ്ങൾ നടന്നകന്ന വഴിയിലേക്ക് നടന്നെടുക്കുകയാണ് ലെമിൻ യമാൽ. 17 വയസ്സ് മാത്രം പ്രായമുള്ള സ്പാനിഷ് കൗമാരക്കാരൻ. 2007 ജൂലൈ 13 സ്പെയിനിലെ കാറ്റലോണിയയിലാണ് യമാലിന്റെ ജനനം. 4-ാം വയസ്സിൽ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ച യമാൽ 6-ാം വയസ്സിൽ ലാമാസിയയിലേക്ക് സ്കൗട്ട് ചെയ്യപ്പെടുന്നു. പിന്നീടുള്ള യമാലിന്റെ വളർച്ച ബാഴ്സയോടൊപ്പമായിരുന്നു. ഇടങ്കാലിൽ ഇന്ദ്രജാലങ്ങൾ ഒളിപ്പിച്ചു വെച്ച പയ്യൻ ലാമാസിയയിൽ തകർത്താടി. അധികം വൈകാതെ ബാഴ്സയുടെയും സ്പെയിനിന്റെയും യൂത്ത് ടീമിൽ സ്ഥിര സാന്നിധ്യമായി. 2023 ഏപ്രിൽ 29 ലാലിഗയിൽ ബാഴ്സലോണ റിയൽ ബെറ്റിസുമായി 4-0 ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സരത്തിൽ 83-ാം മിനിറ്റിൽ ഗാവിക്ക് പകരക്കാരനായി ബാഴ്സ കോച്ച് സാവി ഹെർണാണ്ടസ് യമാലിനെ അവതരിപ്പിക്കുന്നു. ചരിത്രം മാറ്റിയെഴുതിയ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ യമാലിന് പ്രായം വെറും 15 വയസ്സും 9 മാസവും 16 ദിവസവും മാത്രം. ബാഴ്സയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്താൻ യമാലിന് കഴിഞ്ഞു. 2023 ഓഗസ്റ്റ് 20 കാഡിസിനെതിരെയുള്ള ലാലിഗ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യ 11-ൽ സ്ഥാനം പിടിച്ചു. 2023 ഒക്ടോബർ 8 ഗ്രാനഡയ്ക്കെതിരെയുള്ള മത്സരത്തിൽ തന്റെ ആദ്യ സീനിയർ ഗോൾ നേടുമ്പോൾ യമാലിന് പ്രായം വെറും 16 വയസ്സ് മാത്രം. പിന്നീടുള്ള മത്സരങ്ങളിൽ ആ കൗമാരക്കാരൻ ബാഴ്സയുടെ മുന്നേറ്റങ്ങളുടെ നെടുന്തൂണായി മാറുകയായിരുന്നു. ബാഴ്സയിലെ മികച്ച പ്രകടനം സ്പെയിൻ ദേശീയ ടീമിലേക്കുള്ള വഴിയൊരുക്കി. 2023 സെപ്റ്റംബർ 1 തന്റെ 16-ാം വയസ്സിൽ ജോർജിയക്കും സൈപ്രസിനുമെതിരായ യൂറോ കപ്പ് യോഗ്യതാ റൗണ്ടിലേക്കുള്ള സ്പാനിഷ് ടീമിൽ യമാലിന് ഇടം കിട്ടി. 2023 സെപ്റ്റംബർ 8 ജോർജിയയുമായുള്ള മത്സരത്തിൽ ഗോൾ നേടിക്കൊണ്ട് സ്പെയിനു വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി. തുടർന്നങ്ങോട്ട് യമാലിന്റെ ജീവിതത്തിൽ സുവർണ ദിനങ്ങളായിരുന്നു. 2024 യൂറോ കപ്പ് സ്പെയിൻ ടീമിൽ ഇടം നേടി. യൂറോ കപ്പിൽ സ്പെയിനിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. 2024 യൂറോ കപ്പ് സെമിഫൈനൽ ഫ്രാൻസ് സ്പെയിനെ നേരിടുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ പിന്നിലായി പോയ സ്പെയിൻ സമനില ഗോളിനായി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കെ 21-ാം മിനിറ്റിൽ തന്റെ ഇടംകാലം കൊണ്ട് മഴവില്ല് കണക്കെ പൊളഞ്ഞൊരു ഷോട്ട് ഫ്രാൻസിന്റെ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് യമാൽ സമനില ഗോൾ നേടി. യൂറോ കപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ നേട്ടക്കാരനായി. തന്റെ 17-ാം ജന്മദിനത്തിന്റെ 4 ദിവസം മുമ്പ് നേടി ആ ഗോൾ 2024 യൂറോ കപ്പിലെ മികച്ച ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയിൽ നിന്നും യൂറോ കപ്പുമായി മടങ്ങിയ സ്പാനിഷ് ടീമിൽ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം യമാലിനെ തേടിയെത്തി. അർഹിക്കുന്ന അംഗീകാരം. പുതിയ സീസണിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ലോകം യമാലിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ബാഴ്സ ആരാധകർ. ലയണൽ മെസ്സി എന്ന അതികായൻ ടീം വിട്ടതിനു ശേഷം ആ വിടവ് നികത്താൻ പോകുന്ന ഒരു മികച്ച കളിക്കാരനെ ബാഴ്സ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചില ബാഴ്സ ആരാധകർ എങ്കിലും യമാലിനെ അടുത്ത മെസ്സി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ യമാലിന് മുന്നോട്ടുള്ള വഴികൾ അത്ര എളുപ്പമാവില്ല. ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലയുന്ന ക്ലബ് മാനേജ്മെന്റ്, മറുഭാഗത്ത് മികച്ച താരങ്ങളെ ടീമിലെത്തിച്ച് വെല്ലുവിളി ഉയർത്തി ചിരവൈരികളായ റയൽ മാഡ്രിഡ്. മറ്റൊരു വശത്ത് പ്രതീക്ഷകളോടെ തന്റെ ഇടംകാലിലേക്ക് മാത്രം ഉറ്റുനോക്കി സ്വപ്നങ്ങൾ നെയ്യുന്ന ബാഴ്സ ആരാധകർ. രാജ്യാന്തര മത്സരങ്ങളുടെ ആരവങ്ങൾ ഒഴിഞ്ഞ ഫുട്ബോൾ ലോകം ക്ലബ് മത്സരങ്ങളുടെ തിരക്കിലേക്ക് നീങ്ങുകയാണ്. ഓഗസ്റ്റ് പകുതി തുടങ്ങി മെയ് മാസം വരെ നീളുന്ന ആവേശകരമായ ക്ലബ് സീസണുകളുടെ നാളുകളാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. മെസ്സി അടങ്ങിയ സുവർണ്ണ നിര ബാഴ്സ വിട്ടതിനു ശേഷം ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും റയൽ മാഡ്രിഡ് നേടിയ ആധിപത്യം തെല്ലൊന്നുമല്ല ബാഴ്സ ആരാധകരെ അലോസരപ്പെടുത്തുന്നത്. അതിന്റെ എല്ലാം ഉത്തരമായി അവർ പ്രതീക്ഷകളോടെ നോക്കുന്നത് യമാൽ എന്ന 17-കാരന്റെ ഇടംകാലിലേക്കാണ്. തന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു സീസണാണ് യമാലിനെ കാത്തിരിക്കുന്നത്. കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗ്ഹാം, റോഡിഗ്രോ, എൻറിക്, വിനീഷ്യസ് ജൂനിയേഴ്സ് തുടങ്ങിയ താരനിര നയിക്കുന്ന റയൽ മാഡ്രിഡിനെ മറികടന്ന് ലാലിഗ കിരീടം നേടുക എത്ര എളുപ്പമാവില്ല. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് കിരീടം നേടാനായാൽ യമാൽ എന്ന കൗമാരക്കാരന്റെ കരിയറിലെ പൊൻതൂവലാവും അത്.
താരനിബിഡമായ റയൽ മാഡ്രിഡിനെ ബാഴ്സ ഉയർത്തിക്കാണിക്കുന്ന സൂപ്പർ ഹീറോ ആവുകയാണ് ലെമിൻ യമാൽ. മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ദീർഘകാലം ഫുട്ബോൾ രാജാക്കന്മാരായി വാണതുപോലെ വിജയകരമായ ഒരു കരിയർ യമാലിന് ഉണ്ടാകുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കാഴ്ചവെച്ച് ഏറെ പ്രതീക്ഷ നൽകിയ പല യുവതാരങ്ങളും അകാലത്തിൽ കളി അവസാനിപ്പിച്ചുപോയ ഉദാഹരണങ്ങൾ ഏറെ നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെ ഒന്ന് യമാലിന്റെ കരിയറിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് പുതിയ സീസണിനായി കാത്തിരിക്കാം.